കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് എൻട്രി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഒരു പക്ഷേ RRB ജെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ കണ്ടിട്ടുണ്ടാവും. RRB ജെയുടെ നോട്ടിഫിക്കേഷൻ തൊട്ടിട്ടല്ല, അതിന് മുന്നേ തന്നെ RRB ജെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള വീഡിയോ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നോട്ടിഫിക്കേഷൻ, അതിനുശേഷം സോൺ സെലക്ഷൻ, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി വീഡിയോ സീരീസുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ RRB ജെ എഴുതുന്ന ആസ്പിരൻസിന്റെ അടുത്തുള്ള ഒരു ഫൈനൽ മെസ്സേജ് കൂടി നൽകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എഴുതാൻ പോകുന്ന എക്സാംസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 6 മാസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ നിങ്ങളുടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പഠനം കൊണ്ട് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു എക്സാമിനേഷനാണ് RRB ജെ എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചില മിസ്റ്റേക്കുകൾ കാരണം നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും പല ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കേണ്ട അർഹതപ്പെട്ട മാർക്കുകൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. സോ അത്തരത്തിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള എക്സാം സെന്ററിൽ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ്, ചില മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എക്സാം സെന്ററിലുള്ള നമ്മുടെ ആ ഒരു കാംനെസ് ആണ് എക്സാം ഹാളിൽ നമുക്ക് ഒരുപാട് ആൻസറുകൾ ചെയ്യാനും നമ്മുടെ ആൻസറുകൾ തെറ്റാതിരിക്കാനും നമ്മളെ സഹായിക്കും. എങ്ങനെയാണ് ആ ഒരു കാംനെസ് കിട്ടുക, അല്ലെങ്കിൽ എപ്പോഴാണ് അത് നഷ്ടപ്പെടുക എന്ന് കൂടി മനസ്സിലാക്കുക. ഒരു പക്ഷേ നിങ്ങൾ എക്സാമിനേഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. ഡെഫിനറ്റ്ലി ചില ആളുകൾ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻസിൽ വീണ്ടും ഒരുപാട് തവണ ട്രൈ ചെയ്തു, കാരണം ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഒരു പക്ഷേ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞാൽ ഒരുവിധ ആൾക്കാരൊക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ പാനിക് ആവും, മെന്റലി നമ്മൾ എന്താവും, ഒന്ന് ഡൗൺ ആവും. രണ്ടാമത്തോട് കാണുമ്പോൾ ഉറപ്പിച്ചോ ഇത് നമ്മൾ കൊണ്ട് കഴിയില്ല, നമ്മൾ ഈ വർഷം നഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. മനസ്സിലാക്കണം, 2 ചോദ്യം കൊണ്ടോ 3 ചോദ്യം കൊണ്ടോ 10 ചോദ്യം കൊണ്ടോ ഒന്നും അല്ല ഈ എക്സാമിനേഷൻ വിലയിരുത്താൻ പോകുന്നത്. ഈ എക്സാമിനേഷനിലെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, കൃത്യമായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. അതിൽ അറിയാവുന്നവ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വലിയ വിജയമാണ് കാത്തിരിക്കുന്നത്. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസുകളും എക്സാമിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും, ടൈം കൺസ്യൂം ചെയ്യിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ ഇന്റലിജന്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതും എക്സാമിനേഷനിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് സ്കിപ്പ് ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ മെന്റാലിറ്റി എന്തായിരിക്കണം, നമുക്ക് ആ മാർക്ക് പോയല്ലോ എന്നുള്ളതല്ല, അതിൽ ഒരിക്കലും നമ്മൾ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി എക്സാം സെന്ററിൽ നിങ്ങൾ ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ആ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് എക്സാമിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ എക്സാമിനേഷന്റെ ഒരു മോക്ക് എക്സാം എന്ന് പറയുമ്പോൾ ഇനി ഫുൾ ലെങ്ത് മോക്ക് എക്സാംസുകളിലേക്കൊന്നും പോവേണ്ട കാര്യമില്ല, എക്സാമിനോട് അനുബന്ധിച്ച് അത് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. ഒരു 1 വീക്ക് ബിഫോർ ഒക്കെ ആണ് അത് ചെയ്യേണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്നിരുന്നാലും എക്സാമിന്റെ ഇന്റർഫേസ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഓൾറെഡി മോക്ക് ടെസ്റ്റിന്റെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ, ഇന്റർഫേസിൽ പല രീതിയിലാണ്. ഗ്രീൻ കളറിലുണ്ട്, വയലറ്റ് കളറിലുണ്ട്, റെഡ് കളറിലുണ്ട്, ഗ്രീൻ കളർ വിത്ത് ഗ്രീൻ ടിക്ക് ഉണ്ട്, വയലറ്റ് കളർ വിത്ത് ഗ്രീൻ ടിക്ക് ഉണ്ട്. സോ അത്തരത്തിലുള്ള പല പാറ്റേണുകൾ ഉണ്ട്. സോ ഈ എക്സാം ഇന്റർഫേസ് അറിയാത്ത ഒരാളാണെങ്കിൽ ഇതൊന്നും കാണാതെ ജസ്റ്റ് ആൻസർ ചെയ്യുക, ആൻസർ സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. എന്നാൽ മാർക്ക് ഫോർ റിവ്യൂ ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഈ എക്സാമിനേഷനിൽ വലിയ ചേഞ്ചസ് ആണ് വരുത്താൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ കട്ട് ഓഫിനെ കുറിച്ചുള്ള ചിന്തകൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഉള്ളിൽ വരാൻ പാടില്ല. ഈ കഴിഞ്ഞ എക്സാമിന് ഇത്ര കട്ട് ഓഫ് വന്നിട്ടുണ്ട്, ഈ എക്സാമിന് ഇത്ര കട്ട് ഓഫ് വരും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഡിക്ഷൻസും നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നോക്കേണ്ട കാര്യമില്ല. എന്താണ് കട്ട് ഓഫ് എന്ന് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾക്കറിയാവുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസുകളും അറ്റൻഡ് ചെയ്യുക, അതിന്റെ മാർക്ക് തന്നെയായിരിക്കും കട്ട് ഓഫ് ആയിട്ട് വരാൻ പോകുന്നത്. പ്രൊവൈഡഡ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 6 മാസം നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചു എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഈ എക്സാമിനേഷനിൽ വരാൻ പോകുന്നത്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള, സ്മാർട്ടായിട്ട് പഠിച്ചിട്ടുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഈ ടയർ 1 എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. പിന്നെ എക്സാമിനേഷൻ ടഫ് ആയി കഴിഞ്ഞാലും നിങ്ങൾ പാനിക് ആവുമൊന്നും വേണ്ട. ഞാൻ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി പറയാണ്. അതായത് ഞാൻ 2018 ഈ എക്സാം എഴുതിയ സമയത്ത് ആദ്യത്തെ ടയർ എക്സാമിനേഷനിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഡിഫിക്കൽട്ട്
ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സെഷനിൽ വന്നു കഴിഞ്ഞാൽ ബ്ലെസ്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് നോർമലൈസേഷൻ പ്രോസസ്സിലൂടെ നിങ്ങളുടെ മാർക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. സോ അത്തരത്തിൽ ഇത്തവണയും നിങ്ങൾക്ക് നോർമലൈസേഷനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും ടഫ് ആയിരിക്കും എന്ന മൈൻഡ് സെറ്റ് നിങ്ങൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. അല്ലാണ്ട് ആ സമയത്ത് പാനിക് ആയിട്ട് അറിയാവുന്ന ഉത്തരങ്ങൾ കൂടി തെറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. സോ വളരെ കോൺഫിഡന്റ് ആയിട്ട് കാം ആയിട്ട് എക്സാം എഴുതുക. എക്സാമിനേഷൻ സെന്ററിൽ ലാസ്റ്റ് മിനിറ്റിലേക്ക് എത്തുന്ന രീതിയിൽ നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യരുത്. നിങ്ങൾ എക്സാം സെന്ററിലേക്ക് മിനിമം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പേ എങ്കിലും എത്തുന്ന രീതിയിൽ, എക്സാം സെന്ററിൽ നിങ്ങൾ എത്തുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതൊക്കെ ഈ എക്സാമിനേഷനിൽ നമുക്ക് അതായത് നമ്മൾ പെട്ടെന്ന് ചാടിക്കറി എക്സാം സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ചൊക്കെ എത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാവും അല്ലെ. സോ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാം സെന്ററിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഹോൾ ടിക്കറ്റും അതേപോലെ തന്നെ ഐഡന്റിറ്റി കാർഡും ഒക്കെ കൃത്യമായിട്ട് കയ്യിൽ കരുതുക. സോ ഡെഫിനറ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കരിയറിൽ ഒരു ബ്രേക്ക് നൽകാൻ പോകുന്ന എക്സാമിനേഷൻ ആയിരിക്കും RRB JEE. ആ ഒരു കോൺഫിഡൻസിൽ തന്നെ ഇരിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക, നല്ല വിജയം കരസ്ഥമാക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾക്ക് വേണ്ടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാം എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫ്രം ടീം എൻട്രി.